അപ്പോൾ ഒരു വർഷത്തെ ബ്രില്യൻ്റ് ജീവിതത്തിന് ശേഷം തൻ്റെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്ത് ഇവിടുന്ന് ഓരോ വിദ്യാർത്ഥികളും പടിയിറങ്ങിക്കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ക്യാമ്പസുകളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസ് കാണുന്നതിനും ആ ക്യാമ്പസിനോടുള്ള ആത്മബന്ധം അവർക്ക് അത്രയും വലുതാണ്. അത്രയും അനുഭവങ്ങൾ അവർക്ക് നമ്മുടെ ബ്രില്യൻ്റ് ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മുടെ ക്യാമ്പസിലേക്ക് വീണ്ടും എത്തിയ സൗരവാണ് എനിക്കൊപ്പോൾ ഉള്ളത്. കോഴിക്കോട് സ്വദേശിയാണ്. ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 1ാം വർഷ MBBS വിദ്യാർത്ഥിയാണല്ലേ? ഫസ്റ്റ് ഇയർ കഴിഞ്ഞോ? ഇപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗരവിനെ സംബന്ധിച്ച് സൗരവ് ക്യാമ്പസ് കാണാൻ വേണ്ടി മാത്രം വന്ന ഒരാളല്ല. സൗരവിൻ്റെ സിസ്റ്റർ ഇവിടുത്തെ വിദ്യാർത്ഥിനിയാണല്ലേ? ഏതാണ് ബാച്ച്? R33. കുട്ടിയുടെ പേര് സ്വാതികയുടെ ജ്യേഷ്ഠൻ കൂടിയാണ് നമ്മുടെ സൗരവ്. അപ്പോൾ സൗരവിൻ്റെ പാത പിന്തുടരുന്ന അനിയത്തിയെ കാണുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് സൗരവ് നമ്മുടെ ക്യാമ്പസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പസിലേക്ക് വീണ്ടും ഒരു വർഷത്തിന് ശേഷമാണ് വരുന്നത് അല്ലേ? എന്ത് തോന്നുന്നു? എല്ലാവരും ടീച്ചേഴ്സിനെയൊക്കെ കണ്ടോ? ടീച്ചേഴ്സിനൊന്നും കണ്ടില്ല. ജസ്റ്റിൻ സാറെ കണ്ടു, പിന്നെ ടോമിൻ സാറായിരുന്നു ക്ലാസ് ടീച്ചർ അല്ലേ? ടോമിൻ സാറായിരുന്നു ക്ലാസ് ടീച്ചർ. അപ്പോൾ ഞാൻ രാവിലെ വിളിച്ചു നോക്കിയപ്പോൾ ഇപ്പം ഇവിടെ ഇല്ലെന്ന് പറയും. ഇന്നലെ പുറത്ത് പോയി, അതൊന്നും കാണാൻ പറ്റിയില്ല. അതൊരു വലിയൊരു മിസ്സായി. അപ്പോൾ സിസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അല്ലേ? അപ്പോൾ സിസ്റ്ററിനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. സിസ്റ്റർ നമ്മളോടൊപ്പം ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഒരു വർഷത്തെ ജീവിതം? നമ്മളോടിപ്പോൾ എല്ലാവരും പറയും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ പഠിച്ചാൽ മതി, പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാമെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. മെഡിക്കൽ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് ഇപ്പം നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് പഠിക്കാനുണ്ട്. അതെ. അപ്പോൾ ഒരുപാട് പഠിക്കാനുള്ള എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പഠിക്കണമെന്നില്ല. അപ്പം നമ്മളൊരു ടച്ച് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻട്രൻസിൽ എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഇപ്പോൾ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ? മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഒഴിവാക്കി അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ നമ്മൾ വീണ്ടും ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് കടക്കുമ്പോൾ അവിടെ പല ആക്ടിവിറ്റീസ് ഉണ്ടാവും. വേറെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ തന്നെ ഒന്ന് മാറിപ്പോകില്ലേ? നമുക്ക് കായികപരമായിട്ടും കലാപരമായിട്ടും ഒരുപാട് പരിപാടികൾ കോളേജിൽ നടത്തും. പിന്നെ കോളേജിൻ്റെ യൂണിയൻ തന്നെ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. പിന്നെ ഫൈൻ ആർട്സ്, അതെ, അങ്ങനെ ഒരുപാട് സ്പോർട്സിൻ്റെ ഒക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. മറ്റു പല കാര്യങ്ങൾക്കും എൻഗേജ്ഡ് ആവാനായിട്ടുള്ള സമയമുണ്ടല്ലേ? പിന്നെ ക്യാമ്പസ് എങ്ങനെയുണ്ട്? പൊതുവെ എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ആണല്ലേ? നല്ലൊരു നല്ല ക്യാമ്പസാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും, സ്റ്റേഡിയം ഉണ്ട്, ബാസ്കറ്റ് ബോൾ കളിക്കാനും ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ സ്റ്റേഡിയം ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ താല്പര്യമുണ്ടോ? സമയം കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. ഏതാണ്? ടെന്നീസാണോ? ബാഡ്മിൻ്റൺ കളിക്കാറുണ്ടല്ലേ? പിന്നെ അക്കാഡമിക്സിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയുണ്ട്? അധ്യാപകർ, ക്ലാസ് റൂം, അതുപോലെ തന്നെ ലാബ്, അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? നല്ല അക്കാഡമിക്സ് ആണ് തൃശ്ശൂർ. ടീച്ചേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ലാബിലെ എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറയാമോ? ലാബ് അതൊരു വേറെ ലോകമാണ്. ലാബൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞിപ്പോൾ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം നടന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? കുറച്ച് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? ഏത് ഹോസ്റ്റലാണ് അവിടെ നിൽക്കുന്നത്? കോളേജിൽ മെൻസ് ഹോസ്റ്റലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഹോസ്റ്റല് ഒരു ഹോസ്റ്റലാണോ ഉള്ളത്? ഫസ്റ്റ് ഇയേഴ്സിന് ഒരു ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ ലൈഫ് നമ്മൾ ബ്രില്യൻ്റിൽ കണ്ട അതുപോലെ തന്നെ ഒരു ഹോസ്റ്റൽ ലൈഫ്, പക്ഷേ നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ബ്രില്യൻ്റിൽ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഒരു വർഷം കൊണ്ട് അവിടെ മെഡിക്കൽ കോളേജിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം ബ്രില്യൻ്റിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും തൃശ്ശൂർ വന്നില്ല. തിരുവനന്തപുരം, കോഴിക്കോട്, പിന്നെ ഒരേ കോളേജിലല്ലേ ഇപ്പോൾ. അപ്പോൾ അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ സൗരവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പല മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടിപ്പോയി. പക്ഷേ ബ്രില്യൻ്റിലെ ഒരുപാട് വിദ്യാർത്ഥികൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ടല്ലോ. 1ാം വർഷം പഠിക്കുന്നുണ്ട്. ഒരുപാട് പേര് 90% വിദ്യാർത്ഥികളും അവിടുത്തെ സീറ്റിലെ 90% കുട്ടികളും ബ്രില്യൻ്റിലെ വിദ്യാർത്ഥികളാണ് അല്ലേ? അപ്പോൾ എങ്ങനെ നിങ്ങൾക്കൊരു ഗ്യാങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇനി ബ്രില്യൻ്റിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ബ്രില്യൻ്റിലെ ഓർമ്മകൾ? എങ്ങനെയുണ്ടായിരുന്നു ഹോസ്റ്റൽ ലൈഫ്, ക്യാമ്പസ് ലൈഫ്, ക്ലാസ്സുകൾ, അതിനെയൊക്കെ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഓർത്തെടുക്കാൻ സാധിക്കാണ്ടെന്താ. പിന്നെ ഞാൻ പാലാ ഹൗസിലായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ പാലാ ഹൗസിൽ അന്ന് വാർഡനായി നിന്ന രണദാസ് സാറാണ് ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ ക്ലാസ് ടീച്ചർ അല്ലേ? അപ്പോൾ രണദാസ് സാറിനൊക്കെ എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ നല്ല അനുഭവങ്ങൾ തന്നെയാണ്. A ബ്ലോക്കിലായിരുന്നു ക്ലാസ്. അപ്പോൾ ആ സമയത്ത് ലേറ്റായിട്ട് തുടങ്ങിയ ബാച്ചായിരുന്നു. അപ്പോൾ ടോമിൻ സാറെ ക്ലാസ് ടീച്ചറായി കിട്ടി. അപ്പോൾ അതൊരു ടോമിൻ സാറ് ഉള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു വൈബ്, ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ബന്ധമായിരുന്നു.
ഒരു ടോമിൻ സാറിനെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഒരു ടീച്ചർ സ്റ്റുഡൻറ് എന്നുള്ള അതെ ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ ഒരു ഫ്രണ്ടായിട്ടും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ മാർക്കൊക്കെ ഒരു ഡൗൺ ആയി പോകുന്ന ഒരു സമയത്തൊക്കെ സംസാരിക്കാറുണ്ട്. ദേ അനിയത്തി ഇങ്ങടെ എത്തിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് അനിയത്തി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് അനിയത്തിയെ കാണുന്നത് അല്ലേ? ഒരു മാസം ആയി കണ്ടിട്ടല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് മോളെ ക്ലാസ്സുകളൊക്കെ? പോകുന്നുണ്ടല്ലേ? നല്ല വീക്കിലി എക്സാംസ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ? ഹോസ്റ്റൽ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങിയോ? എൻജോയ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ടോ വീട്ടുകാരെ? അതുപോലെ തന്നെ വീട്ടിലെ ഫുഡൊക്കെ ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഏതാ എന്നെ പറഞ്ഞാൽ കേട്ടില്ല, വെറുതെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ വലിയ മിസ്സിങ്ങൊന്നും ഇല്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ ചേട്ടനിപ്പോൾ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിയായിരുന്നു, അതുപോലെ തന്നെ ഇതേ ഇപ്പോൾ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ആളാണ്. നീറ്റിൽ നല്ലൊരു മാർക്കൊക്കെ മേടിച്ച് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ, കേരളത്തിലെ തന്നെ നല്ലൊരു മെഡിക്കൽ കോളേജിലൊന്നാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഒക്കെ നേടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ മോളുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ചേട്ടൻ തന്നെയാണോ? ഉറപ്പായിട്ടുമാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു പാത പിന്തുടരാനായിട്ട് മോൾ തീരുമാനിച്ച ആ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് അങ്ങനെ ഒരു ആഗ്രഹം മോൾക്ക് മനസ്സിലുണ്ടായിരുന്നോ? അതോ സ്വന്തമായിട്ട് മനസ്സിലേക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നതാണോ? അതോ എനിക്കൊരു ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ അതിന്? ഒന്നുമില്ല. ഫാമിലിയിൽ വേറെ ഡോക്ടർമാരുണ്ടോ? ഒരാളുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു കുടുംബത്തിൽ നിന്ന് 2 ഡോക്ടർമാർ വരാനായിട്ട് പോകുന്നു. മോൾ ഈ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ ഇവിടുത്തെ സ്റ്റോറീസൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ബ്രില്യൻറ്റിലെ കഥകൾ, ഹോസ്റ്റൽ ലൈഫ് അധികം പറഞ്ഞ് അങ്ങനെ തരാറൊന്നുമില്ല അല്ലേ? അപ്പോൾ നേരിട്ട് അത് മോൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ ശരി മോളെ, താങ്ക് യു. അപ്പോൾ സൗരവിനെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് സൗരവിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൗരവ് വീണ്ടും നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വർഷത്തെ വിദ്യാർത്ഥികളെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ക്യാമ്പസിൽ വരുമ്പോൾ ഒരിക്കൽ കൂടി കാണാം. അപ്പോൾ സീനിയറാണ് അല്ലേ? അപ്പോൾ സീനിയർ ആവുകയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നല്ല എക്സാമൊക്കെ അടിപൊളിയായിട്ട് എഴുതുക. ഇനി എത്ര എക്സാം ഉണ്ട്? ഇനിയിപ്പോൾ 2 പ്രാക്ടിക്കലൂടെ ഉണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.